പാക് നാറ്റോ ഇതിനെക്കുറിച്ച് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. പാക് നാറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഒരു കളിയാക്കി പറയുന്ന പോലെയാണ് പാക് നാറ്റോ. യഥാർത്ഥത്തിൽ സൗദിയും പാകിസ്ഥാനും തമ്മിലൊരു കരാറാണ്. സൗദി ആരെങ്കിലും ആക്രമിച്ചാൽ പാകിസ്ഥാൻ അവിടെ സൗദിയുടെ രക്ഷയ്ക്കായി എത്തണം, പാകിസ്ഥാനെ ആക്രമിച്ചാൽ സൗദിയും രക്ഷയ്ക്കായി എത്തുമെന്നുള്ളതാണ് ഈ പാക് നാറ്റോ എന്ന് പറയുന്ന കരാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിലെ കളികൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. സൗദി അറേബ്യ ഈയിടയ്ക്ക് താലിബാൻ പാകിസ്ഥാനെ ആക്രമിച്ചപ്പോൾ രക്ഷയ്ക്കെത്തിയില്ല. സൗദി അറേബ്യയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ബലൂചിസ്ഥാനാണ്. ബലൂചിസ്ഥാനിലെ അൺടാപ്ഡ് ഓയിൽ ഫീൽഡുകളാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ അൺടാപ്ഡ് ഓയിൽ ഫീൽഡുകൾ എന്ന് പറയുമ്പോൾ ബലൂചിസ്ഥാനിലേക്ക് എങ്ങനെയെങ്കിലും അമേരിക്കയ്ക്ക് കടന്നു കയറേണ്ടത് അമേരിക്കയുടെ വലിയൊരു ആവശ്യമാണ്. കാരണം ബലൂചിസ്ഥാനാണ് അടുത്ത റിയൽ ബാറ്റിൽ ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഈ റിയൽ ബാറ്റിൽ ഗ്രൗണ്ട് എന്ന് പ്രധാനമായും പറയുന്ന കാരണം എന്ന് പറയുന്നത് ബലൂചിസ്ഥാനിൽ റെയർ എർത്ത് മെറ്റൽസ് ഉണ്ട്, ബലൂചിസ്ഥാനിൽ അൺടാപ്ഡ് ഓയിൽസ് ഉണ്ട്. ഈ ഓയിൽ ഫീൽഡുകളെ നിയന്ത്രിക്കുന്ന ആരോ അവർ പവറിനെ നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലോകത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് GCCയിലെ ഓയിലുകളെല്ലാം നിയന്ത്രിക്കുന്നത് അമേരിക്കയാണ്. നമ്മുടെ സൗദി അറേബ്യയുടെ അരാംകോ പോലും നിയന്ത്രിച്ചു കൊണ്ടിരുന്നത് അമേരിക്കയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഇത് വെനിസ്വേലയെ വളഞ്ഞ് അമേരിക്ക ഭീഷണിപ്പെടുത്തി. ഇപ്പോൾ വെനിസ്വേലൻ പ്രസിഡന്റായിട്ടുള്ള മഡൂറോ ഓയിൽ കൊടുക്കാം എന്ന് അമേരിക്കയ്ക്ക് കൊടുക്കാം, ഖനനം ചെയ്യാൻ അനുമതി കൊടുക്കാം എന്നുള്ള ഘട്ടത്തിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബലൂചിസ്ഥാനിലേക്ക് അമേരിക്കയ്ക്ക് എത്തണമെങ്കിൽ ബലൂചിസ്ഥാൻ്റെ അടുത്ത് ഇറാനുണ്ട്, ഇറാൻ കോറിഡോറുകളുണ്ട്, അപ്പുറത്ത് താലിബാൻ ഒക്കുപ്പൈഡ് ബലൂചിസ്ഥാനുണ്ട്, പോരാത്തതിന് ഇപ്പുറത്ത് ഇന്ത്യയുണ്ട്, താഴെ ഇന്ത്യൻ ഓഷനുണ്ട്, മുകളിൽ അഫ്ഗാനിസ്ഥാനുണ്ട്, തൊട്ടുപിറകിൽ ചൈന കിടപ്പുണ്ട്. അപ്പോൾ ലോകക്രമം മാറിയതനുസരിച്ച് ബലൂചിസ്ഥാനിൽ അത്ര പെട്ടെന്ന് അമേരിക്കയ്ക്ക് എത്തിപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് സൗദി വഴി ബലൂചിസ്ഥാനിൽ വലിയ നീക്കം നടത്താനാണ് അമേരിക്കയുടെ നീക്കം എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് പാകിസ്ഥാനെ കൊണ്ട് ഈ പാക് നാറ്റോ എന്ന് പറയുന്ന ഒരു ഡമ്മി കരാർ ഒപ്പിടിയിപ്പിച്ച് അമേരിക്ക ഫണ്ടിറക്കും, സൗദി ഡിപ്ലോമസി കളിക്കും, പാകിസ്ഥാൻ്റെ മസിൽ പവർ ഉപയോഗിച്ച് ബലൂചിസ്ഥാനെ കീഴ്പ്പെടുത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.